നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ വാസുദേവൻ, ഫൗണ്ടർ ഡയറക്ടർ IDRP തിരുവനന്തപുരം. അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഫാറ്റി ലിവർ. അപ്പോൾ ഫാറ്റി ലിവർ ഇപ്പോൾ പണ്ടൊക്കെ മദ്യപാനം ഉള്ളവർക്കാണ് ഫാറ്റി ലിവർ കണ്ടുവന്നിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മദ്യപിക്കാത്തവരിൽ സ്ത്രീകളിലും ഒക്കെ വളരെ കൂടുതൽ കണ്ടുവരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഡയബറ്റീസ് നമ്മുടെ സംസ്ഥാനത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഡയബറ്റീസ് ഉള്ള മിക്കവാറും എല്ലാവർക്കും തന്നെ 80% ആൾക്കാർക്കും ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട്. അപ്പം ഈ ഡയബറ്റീസും ഫാറ്റി ലിവറുമായിട്ടുള്ള എന്താണ് ബന്ധം? അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഡയബറ്റീസ് ഇല്ലെങ്കിൽ തന്നെ ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ? കാരണം പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും തന്നെ കാണത്തില്ല. എന്നാൽ ചെറിയ ഇൻഡിക്കേഷൻസ് ഉണ്ടാവും. നിങ്ങളൊരു 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുക. അതായത് നിങ്ങൾക്ക് കാരണമില്ലാത്ത ഒരു ക്ഷീണം തോന്നുക, ഒരു ഫെറ്റീഗ് തോന്നുക, അത് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകൾക്കും ഈവൻ 30 വയസ്സിനും ഒരു 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് ഇതുപോലെ കാര്യം ഇല്ലാതെ ക്ഷീണം വരിക ആണ്. ഡയബറ്റീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ വയറിനൊരു ഡിസ്കംഫർട്ട് തോന്നുക, പ്രത്യേകിച്ച് എന്ത് കഴിച്ചാലും ഒരു ഡിസ്കംഫർട്ട് തോന്നുക, വേനക്കേട് പോലെ തോന്നുക, അല്ലെങ്കിൽ ഒരു കമ്പിച്ചിരിക്കുക, പെരുക്കം തോന്നുക, ദഹിക്കാത്ത പോലെ തോന്നുക, കട്ടി പോലെ തോന്നുക, ഇതൊക്കെ തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അതേപോലെ നമ്മൾ വയറിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ലിവറിൻ്റെ ഭാഗത്ത് വീക്കം തോന്നുക, എൻലാർജ്മെൻറ്റ്, കരളിൽ വീക്കം വരുന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ ഒരു ലക്ഷണമാണ്. ആദ്യം തുടക്കത്തിലുള്ള ഫാറ്റി ലിവറിൻ്റെ ലക്ഷണം. പിന്നെ ഈ എൻസൈംസ് നിങ്ങൾക്ക് ആദ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് ലിവർ എൻസൈംസ് ടെസ്റ്റ് ചെയ്യുക, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ലിവർ എൻസൈംസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ നമ്മൾ ഇപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ വളരെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് പെട്ടെന്ന് കുറയുന്നതായിട്ട്, അതായത് നമുക്ക് മസിൽ ലോസ് ഒക്കെ വരും, വെയിറ്റ് കുറയും. അപ്പോൾ ഈ 5 ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കാൻ ചെയ്യുക, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക, ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുത്തുക. അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഫാറ്റി ലിവർ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുക. അല്ലെന്നുണ്ടെങ്കിൽ അത് പിന്നെ വേഴ്സായി സിറോസിസ് ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ നിങ്ങൾക്ക് ലിവർ ട്രാൻസ്പ്ലാന്റിലേക്ക് അത് പോകും. അപ്പോൾ അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഫാറ്റി ലിവർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തുകൊണ്ട് വരുന്നു? ഈ ഫാറ്റി ലിവർ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ് വരുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലുള്ളവരിൽ ഇത് കാണാറുണ്ട്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഡയബറ്റീസിൻ്റെ റൂട്ട് കോസ് എന്ന് ഞാൻ നേരത്തെ ഉള്ള വീഡിയോകളിൽ ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണ് എന്നുള്ളത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. നമുക്ക് ഇൻസുലിൻ ഉണ്ടെങ്കിലും നമുക്ക് ഗ്ലൂക്കോസ് മെറ്റബോളൈസ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ ശരീരത്തിൽ വരുന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. പിന്നെ ഒബേസിറ്റി, വണ്ണം കൂടുതലുള്ളവരിൽ ഫാറ്റി ലിവർ ഉണ്ടാവേണ്ട സാധ്യത 90% കൂടുതലാണ്. അതുപോലെ മെറ്റബോളിക് സിൻഡ്രോംസ് പോലെ ഇതുപോലെ നമ്മൾ ദഹനം ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അതുള്ളവരിലെല്ലാം തന്നെ ഈ വയറിൽ കൂടുതൽ ഫാറ്റ് വരിക, മുതുകിൽ ഫാറ്റ് വരിക, തുടയിലൊക്കെ ഫാറ്റ് കെട്ടിക്കിടക്കുന്നവരിൽ ഈ ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും, ശരീരത്തിന് മൊത്തം ഇൻഫ്ലൈംഡ് ആയിരിക്കും. അവരുടെ ഇപ്പം പിന്നെ സി റിയാക്റ്റീവ് പ്രോട്ടീനൊക്കെ CRP ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. അത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഫാറ്റ് ലിവറിൽ അടിഞ്ഞു കൂടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. പിന്നെ മൂന്നാമത്തേന്ന് പറയുന്ന ഈ ലൈഫ് സ്റ്റൈൽ, അവരുടെ ജീവിത രീതിയാണ്. വളരെ വ്യായാമമൊന്നും ഇല്ലാത്ത ഒരു സ്റ്റൈൽ, അതായത് ഇപ്പോൾ IT ഫീൽഡിലോ അല്ലെങ്കിൽ വേറെ ഏത് ഓഫീസ് വർക്കൊക്കെ ആയിട്ട് ചെയ്യുന്ന ഒരിടത്ത് ഇരുന്ന് തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഒരു വ്യായാമമില്ല, നടത്തയില്ല. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ പെട്ടെന്ന് ഈ ഫാറ്റി ലിവർ വരാം. സ്ത്രീകളാണെങ്കിൽ പോലും പെട്ടെന്ന് ഫാറ്റി ലിവർ വരുന്നുണ്ട്. ഈവൻ വീട്ടിലെ വീട്ടമ്മമാരിലും ഫാറ്റി ലിവർ ഇപ്പോൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. കാരണം അവർക്ക് പഴയ പോലുള്ള ആയാസമുള്ള ജോലികളൊന്നും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ പിന്നെ റിട്ടയർഡ് ആൾക്കാർ, അവർക്കൊക്കെ ഫാറ്റി ലിവർ വരുന്നുണ്ട്. പിന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല്, പിന്നെ ആഹാര രീതി, അത് ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് വാങ്ങിച്ച് കുറച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ജോലിയില്ലെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സ്നാക്സ് എല്ലാം ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. വേസ്റ്റ് വരുന്ന ഫുഡ് ഇവർ കഴിക്കുക, സമയം നോക്കാതെ ഭക്ഷണം കഴിക്കുക, ഇതെല്ലാം ദോഷമാണ്. പിന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ അത് വിശപ്പുണ്ടായിട്ടല്ല, വിശപ്പില്ലെങ്കിലും ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കുക. ടെൻഷന് സ്ട്രെസ്സൊക്കെ ഉള്ളവർ ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കും. അവർക്ക് പ്രത്യേകിച്ച് വിശപ്പൊന്നും കാണത്തില്ല, ചുമ്മാ കഴിക്കുക. അങ്ങനെ എക്സസ് കാലറി വന്നിട്ട് അത് ഫാറ്റായിട്ട് അക്യുമുലേറ്റ് ചെയ്ത് അത് വീണ്ടും ലിവറിലേക്ക് ഫാറ്റ് ഡിപ്പോസിഷൻ ഉണ്ടാക്കും. അങ്ങനെ കാലറി കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. അപ്പം ആൽക്കഹോളൊക്കെ ഒരുപാട് കഴിക്കുന്നവർക്ക് കാലറീസ് വളരെ കൂടുതലാണ്. അപ്പം അതും ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരും. അതായത് ഇപ്പോൾ കാർഡിയോവാസ്കുലർ ഡിസീസ്, ഈ ഫാറ്റി ലിവർ ഉള്ളവർക്ക് കാർഡിയോവാസ്കുലർ ഡിസീസ് വരാം. കാർഡിയോവാസ്കുലർ ഡിസീസ് ഉള്ളവർക്കും ഫാറ്റി ലിവർ വരാം. പിന്നെ ക്രോണിക് കിഡ്നി ഡിസീസൊക്കെ ഉള്ളവർക്ക് ഫാറ്റി ലിവർ വരാം. ഫാറ്റി ലിവർ കൊണ്ട് ക്രോണിക് കിഡ്നി ഡിസീസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും.
പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ വന്നാൽ പിന്നെ ഇത് ഫൈബ്രോസിസിലേക്കും സിറോസിസിലേക്കും ഒക്കെ പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫാറ്റി ലിവർ ഉള്ളവർക്ക് സാധാരണ കണ്ടുവരുന്ന അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഫാറ്റി ലിവർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറയുന്ന ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് നല്ല വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓവർ വെയിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഡയറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുക. അതിന് ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റിയും അതേപോലെ 6 മണിക്ക് ശേഷമുള്ള ഭക്ഷണം. ഈ 6 മണിക്ക് ശേഷമുള്ള ഭക്ഷണം ഒഴിവാക്കി തന്നെ ഓവർ വെയിറ്റ് നന്നായിട്ട് കുറയും. അതേപോലെ നിങ്ങൾ വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് കൂടുതലൊന്നും ചെയ്യേണ്ട, അത്യാവശ്യം വ്യായാമം രാവിലെയോ വൈകിട്ടോ ഒക്കെ ചെയ്യുക. നിങ്ങൾ ഈ സ്റ്റെപ്പൊക്കെ കയറുന്ന, അതായത് ഈ ലിഫ്റ്റൊക്കെ ഒഴിവാക്കി സ്റ്റെപ്പ് കൂടുതൽ കയറുക. കഴിവതും നടക്കാൻ നോക്കുക. ഇപ്പോൾ കുറേ അടുത്ത് ദൂരെ ഇപ്പം എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോകണമെങ്കിൽ 1 കിലോമീറ്ററിന് പുറമൊക്കെ ഉള്ളതെങ്കിൽ നിങ്ങൾ നടന്ന് തന്നെ പോവുക. സാധനം വാങ്ങിച്ച് തിരിച്ച് നടന്ന് വീട്ടിലേക്ക് വരിക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, സ്വിഗ്ഗി ഇങ്ങനെയൊക്കെ ഉള്ളത് കഴിവതും ഒഴിവാക്കി നമ്മൾ നടന്നു പോവുക, നടന്നു വരിക. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ തന്നെ അത്യാവശ്യം നമുക്ക് ഓവർ വെയിറ്റ് വരാതിരിക്കും. പിന്നെ ഫ്രൂട്ട്സ് നമ്മൾ ഡയറ്റിൽ വേവിച്ച ഭക്ഷണം മാത്രം ആക്കാതെ അതിനിടയിൽ കുറച്ച് ഫ്രൂട്ട്സും കൂടെയൊക്കെ കഴിക്കുക. വേവിച്ച ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറയ്ക്കുക. പിന്നെ റിഫൈൻഡ് ഫുഡ് കഴിവതും ഒഴിവാക്കുക. പിന്നെ അതേപോലെ പ്രിസർവ്ഡ് ഫുഡ്, ബേക്കറി ഐറ്റംസ് കുറയ്ക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഒരുപാട് എക്സ്ട്രാ കലറി ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽഡ് ആയിട്ട് കിട്ടുന്ന ജ്യൂസുകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ നന്നായിട്ട് ഷുഗറുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്ഥിരം വാങ്ങിച്ച് കുടിക്കാൻ നല്ലതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒബിസിറ്റി വരും, ഫാറ്റി ലിവർ വരും. പിന്നെ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക. 1/2 മണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് എക്സസൈസ് ഡെയിലി ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കുക. ഇപ്പം നമ്മളിവിടെ ആണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ നമുക്കൊരു വാട്സപ്പ് പിന്നെ 5 AM ക്ലബ് ഉണ്ട്. അപ്പോൾ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 5 മണിക്കൂർ 1/2 മണിക്കൂറിൻ്റെ എക്സസൈസാണ്. അതിൽ റിലാക്സേഷൻ ഉൾപ്പെടെയുള്ള എക്സസൈസ് നമ്മൾ ചെയ്യിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എക്സസൈസ് ഗ്രൂപ്പുകളിൽ നിങ്ങൾ ചേരുക. അപ്പോൾ രാവിലെ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സമയം ഉണ്ടാവും, പിന്നെ മറ്റ് തിരക്കുകളൊന്നും വരത്തില്ല. അപ്പോൾ ഒരു 6 മണിക്ക് മുമ്പ് നിങ്ങൾ ഒരു 1/2 മണിക്കൂർ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. ഓൺലൈൻ നമുക്ക് വീട്ടിൽ റൂമിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഇപ്പോൾ അനവധിയുണ്ട്. കാരണം ഇതുപോലുള്ള വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകൾ പകൽ സമയത്ത് അത് ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള ഏർലി മോർണിംഗ് വേക്കപ്പ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചേരാം. 5 മണിക്കൊക്കെ എഴുന്നേക്കാൻ പറ്റിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അത് ചെയ്യാം. പിന്നെ സൈക്ലിങ്, സ്വിമ്മിങ്. ഇപ്പോൾ വൈകിട്ടൊക്കെ 6 മണിക്ക് ശേഷം സ്വിമ്മിങ്ങിനൊക്കെ പോകാം. ഒരുപാട് സ്വിമ്മിംഗ് പൂൾസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ എയറോബിക് ക്ലബ്സ്. അപ്പോൾ വീട്ടിലൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് 11 മണി 11 മണി സമയത്തൊക്കെ നിങ്ങൾക്ക് വീട്ടിനടുത്ത് ലേഡീസിനൊക്കെ ആയിട്ടുള്ള എയറോബിക് ക്ലബ്ബുകൾ അല്ലെങ്കിൽ ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അതിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ട്, ലൈവ് ക്ലാസ്സസ്. അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കുറേ എക്സസൈസ് ഡെയിലി ഒരു 1/2 മണിക്കൂർ ചെയ്ത് കഴിഞ്ഞാലും ഈ ഫാറ്റി ലിവർ ഒന്നും വരാതിരിക്കും. പിന്നെ അതേപോലെ നമ്മൾ ഈറ്റിംഗ് ഹാബിറ്റ്സ് കുറച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മണിക്ക് ശേഷം വേവിച്ച ഭക്ഷണം ഒഴിവാക്കുക കഴിവതും. അതേപോലെ പിന്നെ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. അല്ല ഇന്ന സമയത്ത് നമ്മൾ കഴിക്കണമെന്നൊരു ടൈം വെക്കാതിരിക്കുക. അപ്പോൾ പലരും പറയും ഇന്ന കറക്റ്റ് സമയത്ത് കഴിക്കണം. അത് ശരിയല്ല. നമ്മൾ വിശക്കുമ്പോൾ മാത്രം കഴിക്കുക. കാരണം ഓരോ ദിവസവും നമ്മളുടെ കലറിയുടെ ആവശ്യം, ശരീരത്തിനുള്ള ആവശ്യം വേരി ചെയ്യും. അപ്പോൾ ചില ദിവസം നമുക്ക് കുറച്ച് കാലറീസ് മതി, ചില ദിവസം കൂടുതൽ കാലറീസ് വേണം. അപ്പോൾ കൂടുതൽ കാലറീസ് വേണ്ട ദിവസം നമുക്ക് വിശപ്പ് കൂടുതലായിരിക്കും, അന്ന് കൂടുതൽ കഴിക്കുക. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഓവർ കാലറി ഉള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുക. നമ്മളുടെ കാലറിയുടെ എക്സ്പെൻഡിച്ചർ നോക്കി വേണം ഭക്ഷണം കഴിക്കാൻ. ഇപ്പം നട്ട്സ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാലറീസ് ഉള്ള ഫുഡാണ്. അപ്പോൾ അത് നമുക്ക് അതിനനുസരിച്ച് എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിലേ അത് കഴിക്കാം. അല്ലെങ്കിൽ കാലറി കുറഞ്ഞ ഫുഡുകൾ വേണം കഴിക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ആൽക്കഹോൾ കൺസംഷൻ, അത് കൂടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരുപാട് കാലറീസ് ഉള്ളതാണ് ആൽക്കഹോൾ കൺസംഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡുകൾ നമ്മൾ ലിമിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒബെസിറ്റി ഉള്ളവർ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉള്ളവർ ഒരിക്കലുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കഴിവതെ ഒഴിവാക്കാം. അതുപോലെ സ്മോക്കിങ്ങും ഈ ഫാറ്റി ലിവർ ഉണ്ടാക്കും ഇൻഡയറക്റ്റായിട്ട്. പിന്നെ നമുക്കിപ്പോൾ മെഡിക്കൽ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്കിപ്പോൾ എന്തെങ്കിലും അസുഖം, ഡയബറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞത് കൊറോണറി ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് വേറെ കിഡ്നി ഡിസീസ്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണ്, നിങ്ങൾ മരുന്നൊക്കെ കഴിക്കുന്നവരാണ്, തൈറോയ്ഡ് ഡിസീസ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്ന് 1 വർഷത്തിൽ ഒരിക്കലെങ്കിലും സ്ക്രീൻ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ കൊണ്ട് സിറോസിസ് വന്ന് ലിവർ ട്രാൻസ്പ്ലാന്റിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾക്ക് ആരോഗ്യത്തോടു കൂടി നിങ്ങൾ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും നമ്മളുടെ ചാനലിൽ കൂടെ വരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.